മനുഷ്യ മനസ്സിനോളം നിഗൂഢമായ മറ്റൊന്നുമില്ല. കിട്ടാത്ത സ്നേഹത്തിന് പുറകെ അലയുന്നവർ, തൊട്ടടുത്ത് നിന്ന് നിൽക്കുന്നവരെ കാണാതെ പോകുന്നവർ, ദൂരത്തിരുന്നും മറ്റൊരാളുടെ ചിന്തകളെ അളക്കുന്നവർ, ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരെ അവഗണിക്കുന്ന നമ്മൾ. എന്നാൽ നമ്മളോട് സ്നേഹത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ നമ്മളെ പരീക്ഷണ വസ്തുവാക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മൾ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനുമൊക്കെ ഈ കടന്നു വന്നത് തന്നെയാണ്. ചിലപ്പോൾ ഇനിയും ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കും. കാരണം പലപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ നെഗറ്റീവ്സ് പറയുന്നത്? എൻ്റെ നെഗറ്റീവ്സ് എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. മനുഷ്യൻ്റെ മനസ്സാണ് എൻ്റെ മുന്നിൽ എപ്പോഴും വന്നിരിക്കുന്ന പച്ചയായ മനുഷ്യൻ്റെ മനസ്സ്. ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്. സ്ക്രാച്ചസിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കണം. ജീവിതം തീർന്നു പോയി എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്നും ഉയർത്തെഴുന്നേക്കണം. പലപ്പോഴും ഏറ്റവും അധികം സ്നേഹിക്കുന്നവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അത് ചിലപ്പം ഒരു നിമിഷം കൊണ്ട് നമ്മളെ മറന്നു പോകുന്നവരായിരിക്കും. ഒറ്റ നിമിഷം, അത്രേ അവർക്ക് വേണ്ടൂ നമ്മളെ. ഒറ്റ നിമിഷം കൊണ്ട് അവർ നമ്മളെ മറക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ആളെ നമ്മൾ ജീവിതകാലം മൊത്തം ഓർത്തിരിക്കുകയും ചെയ്യും. അപ്പം സ്ക്രാച്ചസിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരാളാണ് ഞാൻ. ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചവരുണ്ട്, ആകുലപ്പെട്ടവരുണ്ട്. പക്ഷേ ഞാൻ ചെയ്തില്ല. കാരണം ജീവിതത്തിൻ്റെ ഏതോ ഒരു കാലം മുതൽ എന്നെ വല്ലാണ്ടങ്ങ് സ്നേഹിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് സ്ക്രാച്ചസിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ എത്ര ടെൻഷൻ പിടിച്ചിരുന്നാലും നമ്മൾ ആലോചിക്കുക, നമ്മളുടെ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മരുന്ന് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യണം. സ്വന്തമായ യുദ്ധമുറകൾ കണ്ടെത്തി മുന്നോട്ട് വരണം.